ആപ്കി അദാലത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മേൽ ചുമത്തപ്പെട്ട ആദ്യത്തെ കുറ്റാരോപണം ഇദ്ദേഹം ഹിന്ദുത്വ എന്ന പേര് വെച്ച് രാഷ്ട്രീയം നടത്തുന്നു. യോഗി സാർ, ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണ്. രാമക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് താങ്കൾ സംസാരിക്കുന്നത്. പക്ഷേ അഖിലേഷ് സാറിന്റെ ചിറ്റപ്പൻ പ്രൊഫസർ രാം ഗോപാൽ യാദവ് അദ്ദേഹം ഇന്ത്യയിൽ എന്തിനാണ് ക്ഷേത്രങ്ങൾ എന്ന് ചോദിക്കുന്നു. അതിന്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇന്ന് അത് കെട്ടിയിരിക്കുന്നത്. എനിക്കറിഞ്ഞതുവരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇതൊരു അത്യാവശ്യമുള്ള കാര്യമാണെന്ന് ഞാൻ പറയുള്ളൂ. ശരിക്കും പറയണമെങ്കിൽ ഓരോ ഇന്ത്യയിലുള്ള പൗരനും സന്തോഷപ്പെടേണ്ടതും ഗൗരവിക്കേണ്ട കാര്യമാണ്. അയോധ്യയിൽ ശ്രീരാമൻ ജനിച്ച സ്ഥലത്ത് സാക്ഷാൽ ശ്രീരാമന്റെ ഏറ്റവും വലിയൊരു അമ്പലമാണ് ഇപ്പൊ കിട്ടിയത്. അയോധ്യയുടെ അകത്ത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. ലക്ഷക്കണക്കിന് ജനങ്ങൾ വിശ്വസിച്ചാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തോരും മോശം രീതിയിൽ വെയിലടിച്ചാലും അപ്പോഴും വരുന്നുണ്ട്. അയോധ്യയിൽ, ഇന്നത്തെ ഈ അയോധ്യയിൽ ഇപ്പൊ വരുന്നവർക്ക് 10 വർഷം മുൻപുള്ള അയോധ്യയാണോ ഇന്നെന്നുള്ളതിൽ ഒരു ഡൗട്ട് തന്നെയുണ്ട്. ഇതാ അയോധ്യ തന്നെയാണോ എന്ന് ആലോചിക്കുവാണ്. ഞാൻ ഒരുപാട് വട്ടം കണ്ടു, അതായത് നാട് മുഴുവനുള്ള ആൾക്കാർ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സ്ഥലത്തിലുള്ള തൂണൊക്കെ തൊടുമ്പോൾ അവരുടെ കണ്ണിൽ ഞാനൊരു കണ്ണീർ തന്നെയാണ് കണ്ടത്. ഞാനെന്ന് അവരുടെ അടുത്ത് ചോദിച്ചത്, എന്തിനു വേണ്ടിയാ ഇത്രയും എമോഷണൽ ആവുന്നെന്ന്. അന്നവര് പറഞ്ഞത്, ഇത് കാണാനായിട്ട് തന്നെ എന്തോരും തലമുറകളായിട്ട് ഞങ്ങൾ കാത്തിരുന്നോ. 500 വർഷത്തെ നീണ്ട കാത്തിരിപ്പാണ് ഇന്ന് മോദിജി തീർത്തുവെച്ച് തന്നിരിക്കുന്നത്. അയോധ്യയുടെ കാര്യം മാത്രമല്ലാണ്ട് ഈ നാട്ടുകാർക്ക് പറ്റാത്തതാണ് മോദിജി ഇന്ന് നടത്തി കാണിച്ചിരിക്കുന്നത്. ആരെക്കൊണ്ടും പറ്റാത്തത്. ഞങ്ങളെ മാത്രമല്ലാണ്ട് ഞങ്ങളെ ഒരാൾ എത്തി നോക്കുന്ന രീതിയിലാണ് മോദിജി ഇത് പണിത് കയറ്റി വെച്ചിരിക്കുന്നത് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി. ഞങ്ങള് രാമന്റെ അമ്പലം കെട്ടേണ്ട സ്ഥലത്ത് ഒരു അടിക്കല്ല് വെക്കുന്നത് തൊട്ടുള്ള കാര്യങ്ങൾ കണ്ടതാണ് ഞങ്ങളൊക്കെ. അത് കെട്ടിവരുന്ന ഓരോ വഴിയും കണ്ടതാ. അത് മാത്രമല്ലാണ്ട് രാമൻ ഏകദേശം 500 വർഷത്തിന് ശേഷം ഹോളിയും ജന്മോത്സവവും പോലെ ഫെസ്റ്റിവൽ ആഘോഷിക്കേണ്ട സമയമാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഇത് മോദിജിയെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. പ്രൊഫസർ പറയുന്നത് ഇതൊരു വേസ്റ്റ് ആയിട്ടുള്ള. ഞാൻ അങ്ങോട്ട് വരാം. സമാജ്വാദ് പാർട്ടിയെ കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഈ പാർട്ടിയുടെ ഭരണകാലത്താണ് അയോധ്യ അമ്പലത്തിൽ ഒരു വലിയ അറ്റാക്ക് നടന്നത്. കാശിയിൽ ശങ്കട് മോഷനിലും ആ അറ്റാക്ക് നടന്നിരുന്നു. ഇവരുടെ ഭരണകാലത്താണ് ലക്നൗ, അയോധ്യ, വാരണാസിയിലും അറ്റാക്ക് സംഭവിച്ചിരുന്നതൊക്കെ. അന്ന് അഖിലേഷ് യാദവ് ചീഫ് മിനിസ്റ്റർ ആയിട്ടിരുന്ന സമയത്ത് ആദ്യം അദ്ദേഹം എന്താണ് ചെയ്തത്? ഈ ആക്രമിച്ച വലിയ ആൾക്കാരുടെ മേത്തുള്ള കേസൊക്കെ വാപ്പസ് എടുക്കാനുള്ള പണിയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ കോർട്ടിന് വളരെ നന്ദി പറഞ്ഞേ പറ്റൂ. കോർട്ട് അന്നാ മോശപ്പെട്ട എല്ലാ മനുഷ്യരെയും തന്നെ പുറത്തു വരാൻ വിടാണ്ട് തടഞ്ഞിരുന്നു. ഇല്ലെങ്കിൽ എന്തു വലിയ പ്രശ്നം ഉണ്ടായിരിക്കും. രാമന്റെ ഓരോ ഭക്തന്മാരെയും വെടിവെച്ചവര് ഇവരൊക്കെ രാമനെ വെറും ഒരു കഥയായിട്ട് മാത്രമാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതിന് ഹിസ്റ്ററി മാത്രമാണ് സാക്ഷി. ആരൊക്കെയാണോ രാമനെതിരായിട്ട് ഇരിക്കുന്നത് അവർക്കൊക്കെ നാശം കാത്തിരിക്കുന്നതേ ഉള്ളൂ. ഇവർക്ക് ഓരോ കാര്യം സംഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അത് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് പറയണമെങ്കിൽ जाके प्रभु दारुण दुख दीना ताके मति पहले हर लीना. ഈ അവസ്ഥ തന്നെയായിരിക്കും ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത്. ഇതിൽ ദൈവം കഷ്ടം എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം ഇവർ നാടിനെ കഷ്ടപ്പെടുത്താൻ പോകുന്നവരാണ്. ഇന്ത്യയുടെ തന്നെ വിശ്വാസത്തിലും കളിച്ച് ആ വിശ്വാസത്തിൽ കളിച്ചവരുടെ ഒപ്പം കളിക്കാനായിട്ട് കാത്തിരിക്കുന്നു. ജനങ്ങളെ ഇവർ പറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് അവർക്ക് മിച്ചമുള്ള ജീവിതം കഷ്ടം കൊണ്ട് മാത്രമാണ് നിറഞ്ഞിരിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനുള്ള ഫലവേ കിട്ടത്തുള്ളൂ. അപ്പൊ അതൊക്കെ അവസാനിക്കേണ്ട സമയം എത്തി. അതുകൊണ്ടാണ് രാമനെയും രാമന്റെ അമ്പലത്തിനെയും അവർ എതിർത്തോണ്ടിരിക്കുന്നത്. ഇന്ന് വേറെ പണിയും അറിയത്തില്ല. ലേറ്റസ്റ്റ് ആയിട്ട് മഹാരാഷ്ട്രയിലുള്ള കോൺഗ്രസ് നേതാവായ നാനാ പട്ടേലിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ വീണ്ടും ഭരണത്തിൽ വരികയാണെങ്കിൽ ഈ ക്ഷേത്രം പവിത്രമാക്കുമെന്നാണ്. അത് ഗംഗാജലത്തിൽ ശുദ്ധമാക്കുമെന്നും പറയുന്നു. അതെ, നിങ്ങളെ ശരിയാക്കി എടുക്കണം. പിന്നെ രാഹുൽ ഗാന്ധി പബ്ലിക് മീറ്റിംഗിൽ വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. രാമക്ഷേത്രത്തിന്റെ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിൽ അദ്ദേഹം അമിതാഭ് ബച്ചനെ കണ്ടിരുന്നു, ഐശ്വര്യ റായുടെ ഡാൻസ് കണ്ടിരുന്നു. പക്ഷേ ഒരു പാവപ്പെട്ടവനെയോ ആരെയും അവിടെ കണ്ടില്ലെന്ന്. ഇദ്ദേഹം ആദ്യം ഇതുപോലത്തെ ഭാഷ ഉപയോഗിക്കാൻ നാണം കെട്ടിരിക്കണം. സത്യം പറയണമെങ്കിൽ അവിടെ കഷ്ടപ്പെടുന്ന മനുഷ്യരില്ലെന്ന് പറഞ്ഞത് അത് ആദ്യത്തെ കാര്യത്തിൽ നുണയാണ്. അവിടെ സ്വന്തമായിട്ട് അമ്പലം കെട്ടിയ ഓരോരുത്തരെയും മോദിജി അത്രയ്ക്കധികം അഭിനന്ദിച്ചിട്ടുണ്ട്. ഭരണത്തിൽ പണിയെടുത്തോണ്ടിരുന്ന മോദിജി ഓരോ ആൾക്കാരെയും വിളിച്ച് ആ പണിയെടുത്തവരെ അഭിനന്ദിച്ചിരുന്നു അന്ന് മൊത്തവും. പ്രയാഗ്രാജില് നാടിനെ ശുദ്ധപ്പെടുത്തുന്ന ഓരോ ആൾക്കാരുടെയും കൈ പിടിച്ച് കഴുകി കൊടുത്തതായിരുന്നു മോദിജി.
ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ശരിക്കും പറയണേ കോൺഗ്രസ്സില് രാഹുൽ ഗാന്ധിജി അച്ഛൻ്റെ അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു, അവരുടെ അമ്മൂമ്മ പ്രധാനമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന് അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു. അതുമാത്രമല്ലാണ്ട് 2004 തൊട്ട് 2014 വരെ അദ്ദേഹത്തിന്റെ അമ്മ സൂപ്പർ PM ആയിട്ട് പണിയെടുത്തോണ്ട് തന്നെയാണ് ഇരുന്നത്. ഇതുമൂലം നോക്കുവാണെങ്കിൽ എന്നും ഇവര് ഒരു കഷ്ടപ്പെടുന്നവന്റെ വീട്ടിലും, ആ വീട്ടിലോട്ട് പോകുന്നത് വിടൂ, ആ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു സ്കീമും കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ. കഷ്ടപ്പെടുന്നവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വളർച്ച എത്തുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. രാഹുൽ ആൻഡ് കമ്പനി അവരൊക്കെ എപ്പോഴാണ് അമ്പലത്തിൽ പോയിട്ടുള്ളത്? നിങ്ങൾ കണ്ടു കാണാം, ഗുജറാത്തിന്റെ തെരഞ്ഞെടുപ്പില് അവർക്ക് എങ്ങനെയാണ് അമ്പലത്തിൽ പോയി ശരിക്കും ഇരിക്കണമെന്ന് പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു. അവിടെ പോയി അള്ളാഹുവിനെ വിളിക്കുന്ന പോലെയാണ് പോയിരുന്നത്. അതിനുശേഷമാണ് മോനെ ഇത് അമ്പലമാണ് അല്ലാണ്ട് പള്ളിയല്ലെന്ന് പറഞ്ഞു അവിടെയുള്ള പൂജാരി. ഇത്രയും ദൂരം പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായത് മുട്ടുകുത്തിയിരിക്കാൻ പാടില്ല, പൂജ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യം അന്നാണ് പഠിച്ചെടുത്തത്. അമ്പലത്തിൽ പോയിട്ട് പള്ളിയിൽ പോയിരിക്കുന്ന പോലെ ഇരുന്നാൽ എങ്ങനെ അത് സമ്മതിക്കാൻ പറ്റും? ഇതുപോലെ ഒരു കൾച്ചറും അറിയാത്തൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. രാമന്റെ അമ്പലത്തിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിൽ എല്ലാവരും തന്നെ രാമന്റെ അമ്പലത്തിനെ എതിർക്കാനായിട്ടിരുന്നവരാ. ഇന്ത്യയിലുള്ള കൾച്ചറും വിശ്വാസം അവർക്ക് എന്തറിയാനാണ് സാറേ സത്യം പറയണമെങ്കിൽ? ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഒരു ആദിവാസി സ്ത്രീ ആയതുകൊണ്ടാണ് അവരെ പ്രതിഷ്ഠയ്ക്ക് താങ്കൾ വിളിച്ചില്ലെന്നാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു ആദിവാസി പെണ്ണ് ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നത്. അതിന് കാരണം വെറും മോദിജി മാത്രം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഇനിഷ്യേറ്റീവ് കൊണ്ടാണ്. ഈ സൊസൈറ്റിയിൽ ഏറ്റവും അവസാനം ഇരിക്കുന്ന കഷ്ടപ്പെടുന്ന എല്ലാ ജനങ്ങളെയും തന്നെ അവരെയൊക്കെ വളർത്തി വലുതാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം തന്നെ. ഒരു വിലയില്ലാത്ത എല്ലാ മനുഷ്യരും നല്ല രീതിയിൽ രാഷ്ട്രീയത്തിലും എല്ലാത്തിലും ബലം ഉണ്ടാവണമെന്നാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു രാഹുൽ ഗാന്ധിയോട്. ഞാൻ എന്നെക്കുറിച്ചാണ് പറയുന്നത്. ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചതാ. ഞാൻ എപ്പോഴും ഒരു മുഖ്യമന്ത്രി ആവണമെന്ന് വിചാരിച്ചിട്ട് പോലും ഇല്ല. ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു ചിന്ത പോലും എന്റെ മനസ്സിലില്ലായിരുന്നു. പക്ഷെ ഇന്നൊരു മുഖ്യമന്ത്രിയായിട്ട് ജനങ്ങൾക്ക് എല്ലാ സേവയും ഞാൻ ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് എല്ലാവർക്കും ഞങ്ങൾ ഇൻവിറ്റേഷൻ ഉറപ്പായിട്ടും തന്നതായിരുന്നു. റെസ്പെക്റ്റഡ് പ്രസിഡന്റിനും റെസ്പെക്റ്റഡ് വൈസ് പ്രസിഡന്റിനും ഫോർമർ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്ജിക്കും കൊടുത്തതാണ് ഞങ്ങൾ. ആ സ്ഥലത്ത് എല്ലാ കമ്മ്യൂണിറ്റി ആൾക്കാരും ഉണ്ടാവും. അന്ന് ആ സ്ഥലത്ത് അമിതാഭ് ബച്ചൻ ഉണ്ടായിരുന്നു. എനിക്കറിഞ്ഞതുവരെ അമിതാഭ് ബച്ചനുള്ള റെസ്പെക്ട് നമ്മൾ ഉറപ്പായിട്ടും കൊടുത്തിരിക്കണം. അവിടെ ഐശ്വര്യറായി വന്നില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണിൽ മാത്രം എങ്ങനെ? അതാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കാഴ്ച അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ കാഴ്ച ശരിയല്ല. അല്ല, തെറ്റായ വഴി എന്ന് പറയുമ്പോൾ അല്ല, ഐശ്വര്യറായി ഉണ്ടെങ്കിൽ അത് ശരി തന്നെയല്ലേ ശരിക്കും പറയണമെങ്കിൽ? അവരൊരു ഇന്ത്യൻ തന്നെയല്ലേ ശരിക്കും? അവിടെ വരാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് അവർക്ക്. അതുമാത്രമല്ല, അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ഒരു വലിയ കലാകാരൻ. കലാജീവിതത്തിൽ അദ്ദേഹത്തിന് കോൺട്രിബ്യൂഷൻ ഇല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒരുപക്ഷെ അങ്ങനെ പറയാൻ കഴിയുമോ? കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അദ്ദേഹത്തിന് നിർത്തി നോക്കിയതല്ലേ? യോഗി സാർ, പലരും രാമക്ഷേത്രത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഖഡ്കെ സാർ ഒരിക്കൽ അവരുടെ സ്ഥാനാർത്ഥിയോട് പറഞ്ഞിരുന്നു, നീയാണ് ശിവൻ, അതുകൊണ്ട് നീ രാമനെ തീർച്ചയായിട്ടും തോൽപ്പിക്കണമെന്ന്. അതായത് ഇന്ത്യയുടെ ഹിസ്റ്ററിയില് സനാതന ധർമ്മത്തിന്റെ പാരമ്പര്യത്തില് രാമനോ ശിവനോ ഒരാളെ ഒരാൾ അഭിനന്ദിക്കുന്നതാണ്. ശ്രീരാമൻ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശിവന്റെ ദ്രോഹികളെ ഒരു പക്ഷേ എന്റെ അടുത്ത് വരണമെന്ന് വിചാരിച്ചാൽ പോലും, ശ്രമം നടത്തിയാൽ അവന് സ്വപ്നത്തിൽ പോലും എന്റെ അടുത്തുനിന്ന് അനുഗ്രഹം കിട്ടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീലങ്കയിൽ പാലം കെട്ടുന്ന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രീരാമൻ ശ്രീലങ്കയിലെ ശിവനെയായിരുന്നു ആദ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതൊക്കെ. നാമക്കരൻ എന്ന് പറയുന്ന കാര്യത്തിൽ വരുമ്പോൾ ഭഗവാൻ ശ്രീരാമൻ ജ്യോതിർലിംഗത്തിന്റെ പേരാണ് രാമേശ്വരം എന്ന് വെച്ചത്, കാരണം രാമന്റെ ഈശ്വരൻ. പക്ഷേ ശിവന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഭഗവാൻ ശിവൻ അല്ലല്ല, ഈ സ്ഥലത്തിന്റെ ദൈവം രാമനാണ്, അതുകൊണ്ടാണ് ഇത് രാമേശ്വരം എന്ന് പറഞ്ഞു. നിങ്ങളിപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ ഒരാൾക്കൊരാൾ നല്ല അഭിനന്ദനവും മര്യാദയും ഉണ്ടെന്നറിയാം. ഇതാണ് ഇന്ത്യയുടെ കൾച്ചർ. കോൺഗ്രസ് പിരിക്കുന്ന സമയത്ത് ആദ്യം ഈ നാടിനെയാണ് പിരിച്ചതൊക്കെ. അതിനുശേഷം സ്ഥലവും ഭാഷയും വെച്ച് നാടിനെയും നാട്ടിലെ ജനങ്ങളെയും പിരിക്കാൻ ശ്രമിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, 1947 ഇവരൊക്കെ ആയിരുന്നു നാടിനെ പിരിച്ചെടുത്തത്. ആ സമയത്ത് ബാബാ സാഹേബ് അംബേദ്കർ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഒരുപാട് പേര് നാടിനെ ഒരിക്കലും പിരിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിരുന്ന സമയമായിരുന്നു അത്. അതുമാത്രമല്ല, അതിനൊക്കെ എതിർത്ത് നിന്നെന്നും പറയാം ഒരുപാട് പേര്. ഇന്ത്യയുടെ മേത്ത് വിശ്വാസമില്ലാത്തവർ എന്തിനാ ഇന്ത്യയിൽ ഇരിക്കേണ്ടത്? അതുകൊണ്ട് അവർക്കൊക്കെ ഒരു വഴിയെടുത്ത് അവരങ്ങോട്ട് പോയി. നാടിന് ആവശ്യമില്ലാത്തവരൊക്കെ പോയില്ലേ അവിടുന്ന്.
അവർക്ക് സ്ഥലം അധികവും കിട്ടി, പക്ഷെ ജനങ്ങൾ വളരെ കുറവായിരുന്നു. ഒരുപാട് സ്ഥലവും കിട്ടി, ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് പോയതിനു ശേഷവും ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇന്ന് പാകിസ്ഥാനിൽ എന്താ അവസ്ഥ? ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയാ പറയുന്നത് ഇത്. നിങ്ങളും അവരുടെ ഒപ്പം പോകാൻ മേലായിരുന്നു അങ്ങോട്ട്. പോയി അവിടെ പിച്ചെടുക്കുന്ന ആൾക്കാരുടെ കൂടെ ചേർന്ന് നിങ്ങളും പിച്ചെടുക്കുക. അതായത് ഒരു ഭാഗത്ത് ഇന്ത്യ ഉണ്ട്. 80 കോടി ജനങ്ങളെ പ്രധാനമന്ത്രി മോദിജി അദ്ദേഹത്തിന്റെ തലമയിൽ ഫ്രീ ആയിട്ടാണ് റേഷൻ കൊടുത്തോണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് വെറും 23-24 കോടിയുള്ള പാകിസ്ഥാൻ ജനങ്ങള് പിച്ചക്കാരെ പോലെ ഓരോ പാത്രം എടുത്ത് ജനങ്ങൾ അവിടെ അലഞ്ഞോണ്ടിരിക്കുകയാണ്. പാവം, പിന്നെ അവർക്കാരും പിച്ചയിടുന്നില്ലല്ലോ. ഒരു കിലോ മാവിന് വേണ്ടി നിങ്ങൾ കണ്ടു കാണുമല്ലോ, ആ മാവിങ്ങനെ പിരിച്ചെടുത്ത്, അതായത് ഓരോ തെരുവിലും സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ എറിയുന്നത്. അപ്പൊ അവിടെ ഉള്ള ഓരോ ആൾക്കാരും അത് പിച്ചി എടുത്ത് ഇങ്ങനെ തിന്നുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതുപോലത്തെ കാഴ്ചയൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും പാകിസ്ഥാനിലൊക്കെ. ഈ ഒരു അവസ്ഥയിലാക്കി ഇവർ പാകിസ്ഥാനെ. ഒരുപക്ഷെ ഇന്ത്യയിൽ ഇവരൊരു ഭാഗമായിരുന്നെങ്കിലോ, ഇന്ത്യ എത്ര സന്തോഷപ്പെട്ടിരിക്കുന്നു അതേപോലെ അവിടെയും പാകിസ്ഥാനും ഇരുന്നേനെ. ഇന്ന് പാകിസ്ഥാനിലുള്ള ജനങ്ങളുടെ പോപ്പുലേഷനേക്കാൾ നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെട്ടിട്ടിരുന്ന ജനങ്ങളെയൊക്കെ മോദിജി മുകളിലോട്ടാണ് പൊക്കിയെടുത്തിരിക്കുന്നത്. ഇങ്ങനെ നല്ലൊരു ജീവിതം നയിക്കാനുള്ള ജീവിതം കൊടുത്തിട്ടുണ്ട്. സന്തോഷപരമായിട്ടുള്ള ജീവിതം ജീവിക്കാനും അദ്ദേഹം വഴിയുണ്ടാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ നാണം കെടണം. പാകിസ്ഥാന്റെ പഴയ മന്ത്രിയായ ഫവാദ് ചൗധരി പറഞ്ഞത് രാഹുൽ ഒരു ഫയർ ആണെന്ന്, അതുകൊണ്ട് രാഹുൽ നോട്ട് ചെയ്യണമെന്ന്. രാഹുൽ ഗാന്ധിനെ അവിടെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇന്ത്യയിൽ ആരാ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? രാഹുൽ ഗാന്ധി ആരാണ് വിശ്വസിക്കുന്നത്? ഇതൊക്കെ സംഭവിച്ചതിന് ശേഷവും രാമന്റെ അമ്പലത്തിനെ ഇവർ എതിർക്കുന്നുണ്ട്. ഇന്ത്യയുടെ റിസോഴ്സിനെ, കഷ്ടപ്പെടുന്നവരെ എല്ലാരെയും തന്നെ, കർഷകരെ, സ്റ്റുഡൻസിനെ, പെണ്ണുങ്ങളെ, ദളിതന്മാരെ, അതായത് കീഴ്ജാതിയിലുള്ള എല്ലാ ജനങ്ങളെയും, ഇവരുടെ എല്ലാവരുടെ അടുത്തൊന്നും റൈറ്റ്സ് പറിച്ചെടുത്ത് ഇന്ത്യയിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം പറിച്ചാണ് അവർ അങ്ങോട്ട് കൊടുത്തത്. ഇത്രയും ചെയ്തതിന് ശേഷം ഇന്ത്യയിൽ നിന്ന് സപ്പോർട്ട് കിട്ടുമെന്നാണ് അവർ വിചാരിക്കുന്നത്? ഒരിക്കലും കിട്ടത്തില്ല. ചില ചൗധരി പോലത്തെ ആൾക്കാർ മാത്രമേ ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. മറ്റുള്ള സൊസൈറ്റി, ഇന്ത്യയിലുള്ള ആൾക്കാർ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. ഇവർക്കൊക്കെ ശരിക്കും പറയണം. റീസെന്റ് ആയിട്ട് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി വന്നിട്ടുണ്ട്, മണിശങ്കർ അയ്യർ. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, പാകിസ്ഥാനെ ബഹുമാനിക്കണം, കാരണം അവരുടെ കയ്യിൽ ആറ്റം ബോംബുണ്ടെന്ന്. ഇന്ത്യ അത് കണ്ട് പേടിക്കണമെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ആറ്റം ബോംബ് എന്ത്? ഞങ്ങളെന്താ ഫ്രിഡ്ജിൽ വെച്ചോണ്ടിരിക്കാനാണോ അത് റെഡിയാക്കി? അങ്ങനെയൊന്നുമില്ലല്ലോ. ഇതൊരു പുതിയ ഇന്ത്യയാണ്. കോൺഗ്രസ് ഇതുപോലത്തെ കാര്യങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാലോ. ഇന്ത്യ ഒരിക്കലും ഇതൊന്നും കണ്ട് പേടിക്കത്തില്ല. ഇത് പുതിയ ഇന്ത്യയാണ്. ഈ പുതിയ ഇന്ത്യ ഒരു പ്രശ്നത്തിന് പോകത്തുമില്ല, പ്രശ്നത്തിന് വരുന്നവരെ വെറുതെ വിടത്തുമില്ല. വീട്ടിനകത്ത് കയറി അതിനുള്ള ഉത്തരം പറയും. ഇത് നമ്മുടെ ഇന്ത്യ ചെയ്ത് കാണിച്ചിട്ടുമുണ്ട്. ഇതാണ് ഇന്ത്യ, ഇതാണ് ഇതിന്റെ ഉദാഹരണം. ആദ്യമൊക്കെ ടെററിസ്റ്റൊക്കെ ഒരുപാട് സ്ഥലത്ത് ബോംബ് ബ്ലാസ്റ്റ് നടത്തിയിരുന്നു. ഡൽഹിയില്, അയോധ്യയില്, കാശിയില്, ലക്നൌവില് സംഭവിച്ചു, വാരണാസിയിൽ സംഭവിച്ചു. ലക്നൌവില് കോർട്ടിനകത്ത് വരെ ബോംബ് ഇട്ടിട്ടുണ്ട് അവര്. ഗോരഖ്പൂരിൽ സംഭവിച്ചു. മുംബൈയിൽ പോലും ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട്. ഇന്ത്യ പാർലമെന്റിൽ അറ്റാക്ക് ഉണ്ടായിരുന്നു. ഓരോ സമയത്തിലായിരുന്നു ഇതൊക്കെ സംഭവിച്ചിരുന്നത്. പക്ഷെ കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങൾ ഇത് എടുത്ത് നോക്കുവാണെങ്കിൽ ജനങ്ങളൊക്കെ സേഫ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനിയും സേഫ് ആയിട്ടിരിക്കാനുള്ള പ്രവർത്തികൾ ചെയ്യും. നക്സലൈറ്റ്സിന്റെ വാദമൊക്കെ തീർന്നു. ഇപ്പൊ ശരിക്കും ഇവിടെ ഒരു പടക്കം പോലും ഒച്ചയ്ക്ക് പൊട്ടിയാൽ പാകിസ്ഥാനിലെ ആളുകൾ ഞങ്ങളല്ല ചെയ്തതെന്ന് പറഞ്ഞ് കൈയെടുത്ത് ഇങ്ങനെ വയ്ക്കുക. ഞങ്ങൾക്കും ഇതിന് ഒരു സംബന്ധവും ഇല്ലെന്നാണ് അവർ പറയുന്നത്. ഇതാണ് പുതിയ ഇന്ത്യ, ഇതാണ് ഈ നാടിന്റെ ബലം. ഇത് വിചാരിച്ചു ഓരോ ഇന്ത്യയിലെ പൗരനും ഇവിടെ സന്തോഷപ്പെടുവാണ്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കോൺഗ്രസ് ഉള്ള സമയത്ത് ബോർഡർ ക്രോസ് ചെയ്ത് വന്ന് ടെററിസ്റ്റ് അറ്റാക്ക് ചെയ്താലുള്ള പോലെയല്ല. ഞാൻ പാർലമെന്റിലുണ്ടായിരുന്നു 2004 മുതൽ 2014 വരെ. എല്ലാം ഞാൻ അടുത്തിരുന്ന് തന്നെ കണ്ടിട്ടുണ്ട്. കാശ്മീരിൽ പല അന്യായങ്ങളും നടക്കും. അയോധ്യയില്, കാശിയില്, പല സ്ഥലത്തായിരുന്നു ബോംബ് പൊട്ടിയിരുന്നതൊക്കെ. ട്രെയിനിലാണെങ്കിൽ ബോംബ് പൊട്ടിയിരുന്നു. പാർലമെന്റിൽ ഈ പ്രശ്നങ്ങൾ പറയുന്ന സമയത്തൊക്കെ അവരൊരു കാര്യം മാത്രമേ പറയത്തുള്ളൂ, ബോർഡറിന്റെ അടുത്തിരുന്നാണ് ഇവർ ഈ ആക്രമണമൊക്കെ നടത്തുന്നതെന്ന്. ബോർഡറിന്റെ ആ സൈഡിൽ നിന്നാലും നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. നിങ്ങൾക്ക് ധൈര്യമില്ല. പക്ഷെ ഇന്നെല്ലാം നശിച്ചിട്ടുണ്ട് അങ്ങനെ. പക്ഷെ ഇന്ത്യ തന്നെയാണ് ഇന്നെല്ലാം നോക്കുന്നത് ഒറ്റയ്ക്ക്. ഈ ബലം എന്താന്ന് ഇന്നാണ് പ്രൂവ് ചെയ്തതൊക്കെ. ഈ ബലത്തിനെ മോദിജിയെ വെച്ച് ഇന്ത്യ പുതിയതായിട്ട് പ്രൂവ് ചെയ്തിട്ടുമുണ്ട്. എനിക്കറിഞ്ഞ് ഇന്ത്യയിലുള്ള ഓരോ പൗരനും ഇത് വിചാരിച്ച് അഭിനന്ദിക്കണം, ഗൗരവപ്പെടണം. പുതിയ ഇന്ത്യ നല്ലൊരു ഇന്ത്യ ആയിട്ടും ഉണ്ട്. ഇത് ഇന്ത്യയിലെ ഒരു മര്യാദ മാത്രം നേടിത്തന്നതല്ല.
ഇന്ത്യയിലെ ഓരോ ബോർഡർ സൂക്ഷിക്കാൻ അറിഞ്ഞിരുന്ന കാര്യമാണ്. ഇന്ത്യയിൽ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് സേഫായിട്ട് വെക്കാനും അറിയാം. ഇന്ത്യ വളരാനായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കണം, IIT, IIM, എയിംസിന്റെ കണക്കെടുത്താൽ 2014 വരെ വെറും 7 ഉണ്ടായിരുന്നത്. അതിൽ 6 വാജ്പേയിയാണ് ഉണ്ടാക്കിയിരുന്നത്. 7 6 വാജ്പേയിയാണ് ഉണ്ടാക്കിയത്. ഇന്ന് അതിന്റെ എണ്ണം കൂടി 60 ഇതെല്ലാം മോദിജിയുടെ ഭരണത്തിലാണ്. മെട്രോ വെറും 5 സിറ്റിയിലായിരുന്നു, ഇന്ന് 20ഓളം സിറ്റീസിൽ അതുണ്ട്. ഈസ് ഓഫ് ലിവിംഗ് ഇത് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുത്തു? ഈ കാര്യങ്ങൾ, ഈ എയർപോർട്ട് കോൺഗ്രസിന്റെ സമയത്ത്, അതായത് സ്വാതന്ത്ര്യം തൊട്ട് 2014 വരെ വെറും 24 ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അത് 152 മാറി. അതുപോലെ IIT, IIM, IIIT, 1 ഡിസ്ട്രിക്ട് 1 കോളേജ്, ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. കഷ്ടപ്പെട്ടവർക്ക് ചെയ്തതിനുള്ള ഒരു വലിയ ആധാരവും ഇരിപ്പുണ്ട്. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ 10 വർഷത്തിന്റെ സമയത്ത് മോദിജിയാണ് ചെയ്തിരിക്കുന്നത്. ഈ വിഷയങ്ങളൊക്കെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇവിടെ സേഫ്റ്റിയും ഉണ്ട്, റെസ്പെക്റ്റും ഉണ്ട്, കഷ്ടപ്പെടുന്നവർ നല്ലപോലെ വളരുന്നുമുണ്ട്. അതിൻ്റെ ഒപ്പം വളർച്ച മാത്രമല്ല, വളർച്ചയിൽ പാരമ്പര്യത്തിന്റെ സംബന്ധമുണ്ട്. ഇത് നമ്മുടെ പാരമ്പര്യമാ. അതുകൊണ്ട് ഇപ്പൊ വെറും അക്ബർപൂർ എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ട്. ഇത് എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, അക്ബർപൂറിന് പകരം ഇതിന്റെ പേര് മഹാറാണ പ്രതാപ് എന്ന് പറഞ്ഞ് വെച്ചിരിക്കാം. ഞങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, ഔറംഗാബാദ് എന്ന് പറയുന്ന നഗരത്തിന് സംഭാജിബാദ് എന്ന് പറഞ്ഞ പേര് വെക്കാമായിരുന്നല്ലോ. കാരണം നമ്മുടെ പാരമ്പര്യം സംഭാജി പാരമ്പര്യത്തിൽ നിന്നാണല്ലോ വന്നിരിക്കുന്നത്. ഛത്രപതി ശിവാജിയുടെ അടുത്തുനിന്ന്, രാണാ പ്രതാപിന്റെ അടുത്തുനിന്ന്, ഗുരു ഗോവിന്ദ് സിംഗിന്റെ അടുത്തുനിന്നും. ഞങ്ങൾക്കും അക്ബറിനും ഔറംഗസീബിനും എന്താണ് സംബന്ധമുള്ളത്? നമ്മുടെ പാരമ്പര്യം പേര് പോയെന്ന് പറഞ്ഞ് ആരെങ്കിലും വിഷമിക്കും, അവരൊക്കെ വിഷമിച്ചോട്ടെ. ഞങ്ങൾക്കും അവർക്കും ഒരു സംബന്ധവുമില്ല. പക്ഷേ യോഗി സാർ, ഈ മൊത്തം ക്യാമ്പയിനും നമ്മൾ ഒരു പ്രാവശ്യം നോക്കുകയാണെങ്കിൽ, രാഹുൽ ഗാന്ധിയുടെ സ്പീച്ച് ആണെങ്കിലും അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്പീച്ച് ആണെങ്കിലും ശരി, അഖിലേഷ് ആണെങ്കിലും ശരി, ശരത് പവാർ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ആണെങ്കിലും ശരി, എല്ലാവരും ഒരേപോലെയാണ് സംസാരിക്കുന്നത്. ഒരുപക്ഷേ നരേന്ദ്രമോദി 3ാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രിയായാൽ ഭരണഘടന ഇല്ലാതെയാകും, റിസർവേഷൻ തന്നെ ക്ലോസ് ചെയ്യും, അതിനുശേഷം ഈ രാജ്യത്തെ ഇലക്ഷൻ തന്നെ നടക്കില്ലെന്ന്. ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു വട്ടം മാത്രമല്ല, ജൂൺ 4-ാം തീയതി റിസൾട്ട് വരുന്ന സമയത്ത് മോദിജി മാത്രമാണ് പ്രധാനമന്ത്രി എന്ന് ഉറപ്പ്. അതൊരു കാര്യം. അതിൻ്റെ ഒപ്പം എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സ്ഥലത്താണ് ഞാൻ ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്യാമ്പയിനിങ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസും കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതിൻ്റെ ഒപ്പം ഞാൻ സത്യം പറയാം, ഇന്ത്യയിലുള്ള ജനങ്ങൾ നന്ദിയുള്ള മനുഷ്യരാണ് ശരിക്കും. നമ്മുടെ സനാതനധർമ്മത്തിൽ ഇത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സനാതനകളായ ഞങ്ങള് എല്ലാ കാലത്തും ജീവിക്കും, എല്ലാ കാലത്തിനും ജീവിക്കാൻ അറിഞ്ഞവരായിരുന്നു ഞങ്ങൾ. പക്ഷെ അതിൻ്റെ ഒപ്പം ആരെങ്കിലും ഞങ്ങളെ ഒന്ന് ഞോണ്ടിയാൽ, സമയം വരുന്നവരെ കാത്തിരുന്ന് ഞങ്ങൾ അവരെ അതുപോലെ തന്നെ കറക്റ്റായ വഴിയിൽ ഞങ്ങൾ അവർക്ക് ഉത്തരം പറഞ്ഞിരിക്കും. മോദിജി ചെയ്ത കാര്യത്തിന് ജനങ്ങൾ അതുപോലെ തന്നെ സമാധാനത്തോടെ അദ്ദേഹത്തിനോടൊപ്പം നിന്നു. ജനങ്ങൾ ചതിച്ചിട്ടില്ല, അദ്ദേഹത്തിനൊപ്പം തന്നെ. വെസ്റ്റ് ബംഗാൾ, ബീഹാർ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ്, എവിടെ പോയാലും ഒറ്റ കാര്യം തന്നെയാ. ഏതൊരു യുവായാലും ആ വായിന്ന് വരുന്നത് ഒറ്റ കാര്യമാണ്. എല്ലാവരുടെ സംസാരത്തിൽ നിന്നും ഇത് തന്നെയാ വരുന്നത്. ഇതുമൂലം ഒരു കാര്യം മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. ഒരു വട്ടമല്ല, 2 വട്ടമല്ല, ഇത് അവരുടെ വാ കൊണ്ട് ദൈവം തന്നെ പറയിപ്പിക്കുന്ന കാര്യമാണ്. മോദിജി വരുവാണ്, മോദിജി പിന്നെയും വരുവാണ്, 3ാമത്തോട്ടും അദ്ദേഹം തന്നെ ഭരണത്തിൽ വരുവാണ്. അതിൻ്റെ ഒപ്പം ഇതിലൊരു സംശയവും വേണ്ട, 400 സീറ്റ് ഞങ്ങൾ എടുത്തിരിക്കുന്നു ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വാക്ക്, ഇതും ക്രോസ് ചെയ്ത് ഞങ്ങൾ തീർച്ചയായിട്ടും പോകും. പക്ഷെ ഒരു കാര്യം അത് തന്നെയാണ്, നിങ്ങൾ 400 സീറ്റിൽ വരുമെന്ന് പറയുന്നതുകൊണ്ടാണ് അവര് ഭരണഘടന, അതായത് മോദിജി ഫുൾ മെജോറിറ്റിയിൽ തന്നെയാണ് ഇരിക്കുന്നത്, ഫുൾ മെജോറിറ്റിയോടൊപ്പമാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഒപ്പം ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ മുഴുവൻ രാഷ്ട്രീയം നടത്താനുള്ള ബലം ഉണ്ടാവും. NDAയുടെ ഒപ്പം മോദിജി ശരിക്കും 10 വർഷം ഭരണത്തിലുണ്ടായിരുന്നു. ഈ 10 വർഷത്തിലെ ഏതെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനെ വെച്ച് അദ്ദേഹം കളിച്ചിട്ടുണ്ടോ? പറയൂ. മോദിജി പുതിയ പാർലമെന്റ് കെട്ടിയ സമയത്ത് ബാബാ സാഹേബ് അംബേദ്കർ എഴുതിയ പുസ്തകം തലയിലെടുത്ത് വെച്ചോണ്ട് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, അതത്രയ്ക്കും വലിയൊരു പുസ്തകമായി കരുതി ദൈവത്തിനോടൊപ്പം വെച്ചാണ് അതിന് റെസ്പെക്ട് നൽകിയത് അദ്ദേഹം. നിങ്ങളത് കണ്ടിരിക്കും. ഏറ്റവും ഒരു പുണ്യസ്ഥലത്തായിരുന്നു അതിനെ കൊണ്ടുവന്ന് അദ്ദേഹം വെച്ചിരുന്നത്. ആദ്യമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കോൺസ്റ്റിറ്റ്യൂഷന്റെ മേത്ത് എന്തോരും റെസ്പെക്ട് നൽകുമെന്നാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം,
ബാബാ സാഹേബ് അംബേദ്കറിന്റെ പഞ്ചതീതം മോദിജിയാണ് ഉണ്ടാക്കിയിരുന്നത്. ഈ കോൺഗ്രസ് ഭീമാറാവ് അംബേദ്കറെ തോൽപ്പിച്ച് അന്ന് നാണം കെടുത്തിരുന്നു സത്യം പറയണമെങ്കിൽ. ആരംഭകാലം തൊട്ട് അതായിരുന്നു ചെയ്തത്. അത് മാത്രമല്ലാണ്ട് ഭീംറാവ് അംബേദ്കർ ഉണ്ടാക്കിയ ഈ കോൺസ്റ്റിറ്റ്യൂഷനില് അംബേദ്കറിന് ഇഷ്ടമല്ലാത്ത രീതിക്ക് ആർട്ടിക്കിൾ 370 ഇവരാണ് കൊണ്ടുവന്നത്. ഫ്രീഡം ടു സ്പീച്ച് അതിന്റെ ആദ്യത്തെ അമെൻമെന്റ് കോൺഗ്രസ് ആയിരുന്നു കൊണ്ടുവന്നത്. 27ാമത്തെ അമെൻമെന്റ് മൂലം കോൺഗ്രസ് ഇന്ദിരാഗാന്ധി അവരുടെ ഭരണകാലത്ത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സമയത്ത് അവര് പല മാറ്റമാണ് എടുത്തുകൊണ്ട് വന്നത്. 27ാമത്തെ അമെൻമെന്റ് ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ ഒപ്പം ഇവരെല്ലാവരും പിന്നെ ജസ്റ്റിസ് രംഗനാഥ് ലീഡർഷിപ്പിൽ ഒരു കമ്മിറ്റി വെച്ചിരുന്നു. അതിലവരെന്താ പറഞ്ഞെന്ന് വെച്ചാൽ, അതായത് OBCക്ക് കിട്ടേണ്ട 27% റിസർവേഷനിൽ 6% മുസ്ലിംസിന് കൊടുക്കാനായിട്ട് പറഞ്ഞിരുന്നു. ഭാരതീയ ജനതാ പാർട്ടി NDA എതിർത്ത് നിൽക്കുമായിരുന്നു. അതിനുശേഷം കോൺഗ്രസ് സച്ചർ കമ്മിറ്റി റിപ്പോർട്ടാണ് പ്രസന്റ് ചെയ്തിരുന്നത്. സച്ചർ കമ്മിറ്റിയുടെ തലവൻ രാജേന്ദ്ര സച്ചറിന്റെ വഴിയായിരുന്നു ഇതൊക്കെ കൊണ്ടുവന്നിരുന്നത്. അതെന്താന്ന് വെച്ചാൽ ആ കമ്മീഷൻ അന്ന് ഇത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. BJPയും NDAയും ഇത് എതിർക്കുക എന്നുള്ള കാര്യം അവർ അറിഞ്ഞതിന് ശേഷം, അതായത് ബാബാ സാഹേബ് ഭീമാറാവ് അംബേദ്കർ മതത്തിന്റെ പേരിൽ റിസർവേഷൻസ് ഉണ്ടാവാൻ പാടില്ലെന്ന് തെളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് അവർ മറ്റൊരു വഴി ക്രിയേറ്റ് ചെയ്തെടുത്തത്. ജസ്റ്റിസ് സച്ചർ കമ്മിറ്റീനെ ബേസ് ആയിട്ട് വെച്ച്, അതായത് മുസ്ലിം കമ്മിറ്റീനെ ചുറ്റിയുള്ള എല്ലാ കമ്മിറ്റിയും ഇതിന്റെ ഒപ്പം ചേർക്കണമെന്നും പറഞ്ഞ് ഇതുമൂലം സ്കെഡ്യൂൾഡ് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും തട ഏർപ്പെടുത്തി വെച്ചതായിരുന്നു അവര്. അന്നും ഭാരതീയ ജനതാ പാർട്ടി എതിർത്ത് നിന്നതാണ്. ഇന്ന് കോൺഗ്രസ് ആ കാര്യം തന്നെ തിരിച്ചു ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ജാതി വെച്ച് പിരിക്കുന്നത്, ആദ്യം ഈ മതമൊക്കെ വെച്ച് പിരിക്കുന്നത്, പിന്നെ അതൊക്കെ വെച്ച് വഴക്കുണ്ടാക്കിപ്പിക്കുന്നത്. ഒരാൾക്കൊരാൾ വഴക്കിട്ടതിന് ശേഷം നിങ്ങളുടെ ഇടയിൽ ഒരുപാട് മതഭേദങ്ങളുണ്ട്, അതുവരെ മുസ്ലിം റിസർവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് റിസർവേഷൻസ് തരാമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി ഇതുപോലെ ജനങ്ങളെ പിരിക്കാനായിട്ട് കോൺഗ്രസ് NDA അലയൻസ് ഒക്കെ ഒരിക്കലും വിടത്തില്ല. ബാബാ സാഹേബ് ഭീംറാവ് അംബേദ്കർ ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂഷൻ ആണിത്. ഇതിലൊരിക്കലും ചതിക്കാൻ പറ്റില്ലെന്നാ പറഞ്ഞേ. കോൺസ്റ്റിറ്റ്യൂഷനെ മാറ്റുന്നതും കക്കുന്നതും ഇതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഓഡിയൻസിന് 2-3 ചോദ്യങ്ങൾ ചോദിക്കാം. താങ്കൾ നാട് മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണ്. ഈ തിരഞ്ഞെടുപ്പിൽ താങ്കൾ ആരുടെ ശബ്ദമാണ് കേൾക്കുന്നത്? ആര് ജയിക്കുമെന്ന് വിചാരിക്കുന്നു? ഞാൻ ഓൾറെഡി അത് പറഞ്ഞതല്ലേ, നാട് നീളെ ഒറ്റ ശബ്ദമാണ്. അടുത്ത ഈ സൗണ്ട് മാത്രമാണ് ഞാൻ കേൾക്കുന്നത്. പിന്നെയും മോദിജി ഭരണത്തിലോട്ട് വരും, 400 സീറ്റിന് മേലെ എടുത്തിരിക്കും. രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എഴുതിക്കോളൂ, UPയിലാണ് തീർച്ചയായിട്ടും BJPക്ക് വലിയ തോൽവി സംഭവിക്കുന്നതെന്ന്. നോക്കൂ, നമ്മുടെ ഉത്തർപ്രദേശില് കോൺഗ്രസിന്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് വളരെ ചിരി വരുന്നുണ്ട് അധികവും. 403 അസംബ്ലി സീറ്റ്സിലും മുഴുവനും ഞങ്ങളുടെ ആൾക്കാരാണുള്ളത്. കോൺഗ്രസിനാകെ 2 സീറ്റ് മാത്രമേ ഉള്ളൂ. UPയിൽ കോൺഗ്രസ് ചത്തുപോയാൽ കൊണ്ടുപോകാനായിട്ട് ഒരു 4 പേര് പോലും ഇല്ല. 2 പേര് മാത്രമേ ഉള്ളൂ. അടുത്ത വട്ടം അവരും കാണാതായേക്കും അങ്ങോട്ട്. രാഹുൽജി, എനിക്കൊരു കാര്യം പറയണം. നിങ്ങൾക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ മത്സരിക്കാൻ വന്നില്ല UPയിലോട്ട്? അതിൻ്റെ ഒപ്പം മറ്റൊരു കാര്യം, അമിറ്റി ഇട്ടിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ വയനാട്ടിലോട്ട് പോയേ? പിന്നെ ഇങ്ങോട്ട് വരാൻ പോവാണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് അമിറ്റിയോടൊപ്പം വഴക്കുണ്ടാക്കാത്തെ? അതുകൊണ്ട് നല്ല കാര്യമാണ്, ഇതുപോലെ സംഭവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് സ്വപ്നം കാണണ്ടേ. അവർ വിചാരിക്കുന്ന പോലെ സ്വപ്നലോകം തന്നെ ജീവിച്ചോട്ടെ. കാരണം ഇവരുടെ നാട്ടിൽ വെറും സ്വപ്നലോകം മാത്രം കാണിച്ചേ. ഇന്നും അവർ ആ സ്വപ്നത്തിൽ തന്നെ ജീവിച്ചോട്ടെ, സന്തോഷപരമായിട്ടിരിക്കട്ടെ. നാടിന് എന്തെങ്കിലും കഷ്ടം വരുന്ന പോലെയാണെങ്കിൽ അവരൊക്കെ ഇവിടുന്ന് വേണമെങ്കിൽ ഇറങ്ങി പൊക്കോട്ടെ അങ്ങോട്ട് എവിടെയെങ്കിലുമൊക്കെ. അവരുടെ നാട്ടിലോട്ട് തന്നെ വേണമെങ്കിൽ അവർ പോവും. അതുകൊണ്ടല്ലേ അവരിങ്ങനെ പറയുന്നത്, പറന്നു പൊക്കോ പറവകളെ, ഇനി നിന്റെ നാടല്ലേ ഇതൊന്നും. ഇദ്ദേഹവും ഇങ്ങനെ തന്നെയാണ്. ജൂൺ 4-ാം തീയതിക്ക് ശേഷം ഇയാളെ ഒന്നും ആരും നോക്കാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ സൈക്കിളിൽ ചുറ്റിക്കറങ്ങുന്ന 2 പിള്ളേർക്കും ഒന്നും കിട്ടില്ലെന്നാണോ പറയുന്നത്? അതായത് ഇവരുടെ സ്നേഹം ജയിച്ചാൽ ഒരുമിച്ച് കക്കും, തോറ്റാലാണെങ്കിൽ കൊച്ചുങ്ങളെ പോലെ കരയും. ഇതിനെക്കുറിച്ച് UPയിലെ ജനങ്ങൾക്കറിയാം. UP, അതായത് ഉത്തർപ്രദേശിലെ എല്ലാവർക്കും അറിയാം ഇത്.
കക്കാനായിട്ട് ആർക്കും തന്നെ ഒരു ചാൻസും കൊടുക്കാൻ പാടില്ല. ഇവരുടെ ഈ വൃത്തികെട്ട പോളിറ്റിക്സ് ഒന്നും ഒരിക്കലും യു പിയിൽ പ്രയോജനപ്പെടുത്തില്ല. അതുകൊണ്ട് യു പിയിൽ 2014 തന്നെ ഈ 2 ജോഡിയും മൊത്തത്തിൽ അങ്ങോട്ട് തോൽപ്പിച്ചു. പിന്നെ അതിനുശേഷം ഉത്തർപ്രദേശിൽ മോദിജി വഴികാട്ടിയതുകൊണ്ട് ഗവൺമെന്റ് ഒരു ബുള്ളറ്റ് ട്രെയിനിന്റെ സ്പീഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇവരെന്ത് ചെയ്യുവാന്ന് ഇവർക്ക് അറിയത്തുമില്ല. ആക്ച്വലി എന്താ കാര്യമെന്ന് ഇവർക്ക് മനസ്സിലാവുന്നുമില്ല. അതുകൊണ്ട് അവരാലോചിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ സ്പീഡ് കൂടിയെന്നേ ഞാൻ പറയത്തുള്ളൂ, ശരിക്കും പറയണേ.